നമസ്കാരം. ലോകം ഇന്ന് വരെ കാണാത്ത യുദ്ധമുറയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേരിടേണ്ടി വന്നത്. സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന് പേജറുകൾ രാജ്യത്തുടനീളം ഒരേ സമയം പൊട്ടിത്തെറിച്ച വാർത്ത ലോകം വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. സ്ഫോടനങ്ങളിൽ 9 പേരെങ്കിലും കൊല്ലപ്പെടുകയും 2750 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നില്ലെങ്കിലും ഈ ആക്രമണത്തിന് പിന്നിൽ തന്ത്രങ്ങളുടെ രാജാക്കന്മാരായ ഇസ്രായേൽ ചാര സംഘടന മൊസാദ് ആണെന്നാണ് സൂചന. ഇക്കാര്യം ഹിസ്ബുള്ള ആരോപിക്കുമ്പോൾ അത് ഇസ്രായേൽ നിഷേധിക്കുന്നുമില്ല. ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നത്. ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. അതേസമയം ആരോപണം ഇസ്രായേലിന് നേർക്ക് ഉന്നയിച്ചതോടെ മധ്യേഷ്യ വീണ്ടും കലുഷിതമാകുമോ എന്നതിലാണ് ആശങ്ക. ഇറാൻ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘമാണ് ഹിസ്ബുള്ള. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയാണ് പഴയകാല പേജർ യന്ത്രങ്ങൾ ഹിസ്ബുള്ള ഇപ്പോഴും പ്രയോഗിക്കുന്നത്. ആധുനിക സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി പേജറുകൾ ഫിസിക്കൽ ഹാർഡ്വെയറിനെയും അടിസ്ഥാന സാങ്കേതിക വിദ്യയും ആശ്രയിക്കുന്നതിനാൽ അവ ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അപകടകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഹിസ്ബുള്ളയെ പോലുള്ള ഗ്രൂപ്പിന് ഇത് വളരെ പ്രധാനമാണ്. ഇത് മനസ്സിലാക്കിയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനം മൊസാദ് ആസൂത്രണം ചെയ്തതെന്നാണ് സൂചന. ഇത്തരത്തിൽ നൂറുകണക്കിന് യന്ത്രങ്ങളാണ് ഒരേ സമയം കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത്. ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല തകർക്കപ്പെട്ടു. വ്യാപകമായ പരിഭ്രാന്തിയും നാശവും സൃഷ്ടിച്ച സ്ഫോടനങ്ങൾ 1 മണിക്കൂറിലേറെയാണ് നീണ്ടുനിന്നത്. തീർത്തും അപ്രതീക്ഷിതവും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതുമായ ഈ ആക്രമണം ആസൂത്രിതമെന്നാണ് ഹിസ്ബുള്ള വിലയിരുത്തുന്നത്. പേജർ സ്ഫോടനങ്ങളുടെ കൃത്യമായ കാരണം അന്വേഷണ വിധേയമായി തുടരുകയാണ്. ബാറ്ററി ഓവർ ഹീറ്റിംഗിന് കാരണമായ ഒരു ഡിജിറ്റൽ ഹാക്കിന്റെ സാധ്യതയാണ് പ്രാരംഭ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കൂടുതൽ സങ്കീർണമായ ഒരു പദ്ധതിയും ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. വിതരണ ശൃംഖലയിൽ തന്നെ നടത്തിയ ഇടപെടലാണ് സ്ഫോടനങ്ങൾക്ക് കാരണമെന്ന് നിരവധി സുരക്ഷാ വിദഗ്ധർ കരുതുന്നു. ചെറിയ സ്ഫോടക വസ്തുക്കൾ അവയുടെ നിർമ്മാണത്തിലോ വിതരണത്തിലോ പേജറുകളിൽ ഉൾപ്പെടുത്തിയിരിക്കാം. തുടർന്ന് റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് വിദൂരമായി ഒരേ സമയം അവ ഓപ്പറേറ്റ് ചെയ്തായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ദൂരെ നിന്ന് ഒരു ഇലക്ട്രോണിക് പൾസ് അയച്ചതിനെ തുടർന്ന് ഉപകരണങ്ങൾ അമിതമായി ചൂടാകാനും പൊട്ടിത്തെറിക്കാനും ഇടയാക്കിയതെന്നാണ് മറ്റൊരു സാധ്യത. ഇവയിൽ ഏതു തന്നെയായാലും അതിസങ്കീർണമായ പദ്ധതിയും അതിന്റെ നടത്തിപ്പുമാണ് ലെബനനിൽ കണ്ടതെന്ന് നിസ്സംശയം പറയാം. സങ്കല്പിക്കാൻ കഴിയാത്തത് പ്രാവർത്തികമാക്കുന്ന മൊസാദ് മാജിക് തന്നെയാണ് വീണ്ടും കണ്ടതെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ തലസ്ഥാനത്ത് അവരുടെ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ വെച്ച് ഹമാസ് നേതാവിനെ വധിച്ച ഇസ്രായേൽ ഇപ്പോൾ പേജർ സ്ഫോടനത്തിലൂടെ ഹിസ്ബുള്ളയെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ശത്രുക്കൾ അവർ എത്ര സുരക്ഷിതരാണെന്ന് സ്വയം വിചാരിച്ചാലും അങ്ങനെയല്ല എന്ന കൃത്യമായ സന്ദേശമാണ് മൊസാദ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.